श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम जय। എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് അയോധ്യയിലേക്കുള്ള വഴിമധ്യേ പരശുരാമൻ വരുന്നു എന്നതാണ്. അവിടെ ഒരു തത്വമുണ്ട്. പരശുരാമൻ രാമനെ പരീക്ഷിച്ച് ഏറ്റുമുട്ടി സംഘർഷമുണ്ടാക്കിയിട്ട് ശ്രീരാമനെ ജയിക്കാനല്ല പരശുരാമൻ വന്നത്. എന്താണ് ഇത്തരം ആചാര്യന്മാർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ആന്തരികമായ തത്വം? അവിടെ രാമൻ ജനിച്ചത് വലിയൊരു മഹാകാര്യത്തിനാണ്. ആ മഹാകാര്യത്തിന് വേണ്ടി മഹത്തുക്കൾ വേണ്ട രീതിയിൽ അവർക്ക് തന്നാലാവതും ചെയ്യണം. അതുകൊണ്ട് ഇവിടെ രാമൻ ഒടുവിലായിട്ട് ചെയ്തത്, ബാലകാണ്ഡത്തിൻ്റെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, രാമ എൻ്റെ സകല തപസ്സിദ്ധികളും ഞാൻ നിനക്ക് നൽകുന്നു. അതിനൊരു അവസരമുണ്ടാക്കി എന്ന് മാത്രമേ നമ്മൾ കാണേണ്ടതുള്ളൂ. ആ സ്വയംവര ഘോഷയാത്ര തടഞ്ഞത് പരശുരാമന് ശ്രീരാമന് നൽകാനുള്ള ഏറ്റവും വലിയ ദാനമാണ്. തൻ്റെ ഒരു ആയുസ് മുഴുവൻ താൻ നേടിയെടുത്ത സകല പുണ്യങ്ങളും രാമന് കൊടുക്കുന്നു. അവിടെ വേറൊരു തത്വം കൂടിയുണ്ട്, മറ്റൊരു പ്രധാന തത്വം കൂടിയുണ്ട്. മോക്ഷത്തിന് പാപം തടസ്സമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മോക്ഷത്തിന് പുണ്യവും തടസ്സമാണ്. ഇത് പലരും ആ കാര്യം ചർച്ച ചെയ്യലില്ല. അതുകൊണ്ട് പുണ്യം നമ്മൾക്ക് ഇവിടുന്ന് സമ്പാദിക്കണം, വിഷ്ണു ലോകത്തോ വൈകുണ്ഠത്തോ ശിവലോകത്തോ സ്വർഗത്തിലൊക്കെ പോകാൻ പരമാവധി പുണ്യം കൊണ്ടുപോകണം എന്ന് ചില ആചാര്യന്മാരും പറയാറുണ്ട്. ഒരിക്കലും പുണ്യം കൊണ്ടുപോകരുത്. അതാണ് രാമായണത്തിൽ പരശുരാമനും ശരഭംഗനും ശബരിയും, ശബരിയും ശരഭംഗനും അഗ്നിയിലാണ് ആത്മാവിനെ ഹോമിക്കുന്നത്. ആ സമയത്ത് അവരുടെ മുഴുവൻ പുണ്യവും രാമന് കൊടുക്കുന്നുണ്ട്. വടക്കോട്ട് പോയ പരശുരാമനും തൻ്റെ മുഴുവൻ പുണ്യവും രാമന് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് പാപം കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിച്ച് പുണ്യം കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് മോക്ഷം കിട്ടില്ല. എന്തുകൊണ്ട്? ആ പുണ്യം അവരുടെ തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ, തന്നെ കൊണ്ട് കരകയറ്റേണ്ട ആളുകൾ ഇവിടെ വീണ് കിടക്കുമ്പോൾ, താഴത്ത് വീണ് കിടക്കുമ്പോൾ, താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്ക് അതിനെന്തൊരു ചാരിതാർത്ഥ്യം. കവിവചനം ഓർമ്മിക്കണം. തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്ത് പാഴ്ചേറിൽ അമർന്നിരിക്കെ താൻ ഒറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്ക് അതിനെന്തൊരു ചാരിതാർത്ഥ്യം. ഒരു തപസ്വി തന്നെ കൊണ്ട് രക്ഷിക്കേണ്ട ആളുകൾ താഴെ വീണ് കിടക്കുമ്പോൾ അവരെ രക്ഷിക്കാതെ എനിക്ക് ബ്രഹ്മപദം വേണമെന്ന് പറഞ്ഞു പോയാൽ അവർക്ക് ബ്രഹ്മപദമോ മോക്ഷമോ കിട്ടില്ല. അതുകൊണ്ടാണ് പരശുരാമനും ശരഭംഗനും ശബരിയും അവരുടെ പുണ്യം മുഴുവൻ രാമന് കൊടുത്തത്. അപ്പം നമ്മൾ ആർജിച്ച പുണ്യങ്ങൾ എന്തൊക്കെ ആവാം? പണമാവാം, നല്ല നല്ല നമ്മൾ എടുത്ത കാര്യങ്ങളൊക്കെ ആവാം. മാനവകുലത്തിന് കൊടുക്കാൻ പറ്റിയ നമ്മുടെ സമ്പാദ്യമെല്ലാം ഇവിടെ രാമനാണ് കൊടുക്കുന്നത്. ഒരു മഹാകാര്യത്തിന് ശ്രമിക്കുന്നവർക്ക് നമ്മുടെ പുണ്യമാകുന്ന സമ്പാദ്യമെല്ലാം സമർപ്പണം ചെയ്യണമെന്നുള്ളൊരു വലിയ തത്വമാണ് ഈ പരശുരാമൻ്റെ ആഗമനം എന്ന് നമ്മൾ അതിൻ്റെ തത്വത്തിൽ മനസ്സിലാക്കണം. ഇനി അയോധ്യാകാണ്ഡത്തിലേക്ക് വന്നാലോ. നാരദർ അവിടെ രാമനെ കാണാൻ വരുന്നുണ്ട്. അധ്യാത്മരാമായണത്തിലാണ് ഈ സുന്ദരമായ ഭാഗം. നാരദർ വന്ന് രാമനോട് രാമൻ്റെ തത്വം പറയുന്നു. ആരാണ് നാരദൻ? നാരം എന്ന വാക്കിന് ജലം എന്നതുപോലെ അറിവ് എന്ന ഒരു വലിയ അർത്ഥമുണ്ട്. നാരദൻ എന്ന വാക്കിനർത്ഥം അറിവ് ദാനം ചെയ്യുന്നവൻ എന്നാണ്. അറിവ് ദാനം ചെയ്യുന്നവൻ. നമ്മൾ സാധാരണ ഏഷണിക്കാരനായ ഒരു പരദൂഷണം പറയുന്ന ഒരാളായിട്ട് നാരദരെ പലരും കളിയാക്കുന്നത് കേട്ടിട്ടുണ്ട്. അസുരലോകത്ത് പോലും നാരദർക്ക് കടന്നുചെല്ല. എന്നിട്ടോ അവിടെ നാരദർ ഏഷണിയായിട്ടല്ല പോകുന്നത്. ആർക്കൊക്കെ അത് രാവണൻ തെറ്റ് ചെയ്യുമ്പോഴായാലും, ഏത് അസുരന്മാർ തെറ്റ് ചെയ്യുമ്പോഴായാലും
ദേവതകൾ തെറ്റ് ചെയ്യുമ്പോഴായാലും ആരുടെയും മുന്നിൽ പോയി വേണ്ട രീതിയിൽ സന്ദർഭാനുസരണം ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റിയൊരു ബ്രഹ്മർഷിയാണ് ബ്രഹ്മർഷി നാരദർ. നാരദർ ഉപദേശം കഴിഞ്ഞ് നാളെ രാജാവായി ഇരിക്കേണ്ട ആളല്ല, ഇവിടെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും രാമ, അതിന് അങ്ങ് എതിര് നിൽക്കരുത്, ഒരു മുന്നറിയിപ്പാണ്. പട്ടാഭിഷേകത്തിന് മുൻപ് കിരീടം ചെങ്കോലും ധരിച്ച് സിംഹാസനത്തിൽ ഇരിക്കേണ്ടതല്ല, അങ്ങയെ കാത്തൊരു വലിയ ലോകം, ഒരു വലിയ ജനത രക്ഷക്കായി കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തയ്യാറാവുക എന്ന് നാരദർ മുന്നറിയിപ്പ് കൊടുക്കുന്നു. അന്നാണ് മന്ധരയുടെ വരവ്. ഈ മന്ധരമാരെ നമ്മളെപ്പോഴും കാത്തിരിക്കണം, കരുതിയിരിക്കണം. കാരണം മറ്റുള്ളവർ, അടുത്ത ആളുകളാവട്ടെ, ഈ അടുത്ത ആളുകളിൽ മന്ധരത്വമുള്ളവരുണ്ട്. ഞൊടിയിട കൊണ്ടവർ വാക്സാമർഥ്യം കൊണ്ട് മനസ്സ് മാറ്റിക്കളയും. അതുകൊണ്ട് ചിന്തിച്ചിട്ട് മാത്രം, മനനം ചെയ്ത് മാത്രമേ കൂടെയുള്ളവരെ കൊണ്ടു നടക്കാൻ പാടുള്ളൂ എന്ന്, അല്ലെങ്കിൽ കൈകേയിക്ക് പറ്റിയത് മന്ധരയിലൂടെ അബദ്ധം പറ്റും എന്ന് രാമായണം പറയാണ്. കൈകേയി, എന്തുകൊണ്ടാണ് കൈകേയി പറ്റിയ അബദ്ധം എന്താണ്? കൈകേയി ദശരഥന്റെ ദുഃഖത്തിന് കാരണം കൈകേയിയാണ്, പ്രജകളുടെ ദുഃഖത്തിന് കാരണം കൈകേയിയാണ്. എല്ലാവരാലും ഒരു രാജ്യത്തിന് ചക്രവർത്തി നഷ്ടപ്പെട്ടതിൻ്റെ കാരണം കൈകേയിയാണ്. 4 ആൺമക്കൾക്ക് അച്ഛൻ നഷ്ടപ്പെട്ടതിൻ്റെ കാരണം കൈകേയിയാണ്. 3 മഹാറാണിമാർക്ക് ഭർത്താവ്, അവർ വൈധവ്യത്തിലേക്ക് പോയതും ഭർത്താവ് നഷ്ടപ്പെടാനും കാരണം കൈകേയിയാണ്. അപ്പോൾ തന്നെ കൊണ്ടൊരു രാജ്യവും പ്രജകളും നാടും വിലപിക്കാനുള്ള കാരണം കൈകേയിയാണെങ്കിൽ ആ കാരണം അവളിൽ ഉണ്ടാക്കിയത് ഈ മന്ധര എന്ന, ആരും അറിയാത്ത, അതിനു മുമ്പ് മന്ത്രി ആരും അറിയില്ല, ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം മന്ത്രി ആരും അറിയില്ല. മന്ത്രി എവിടെയും കിടന്ന് മരിച്ചുപോയോ രാജ്യം വിട്ടുപോയോ ഒന്നും ഋഷി അതിനെക്കുറിച്ച് പറയാത്തത് കൊണ്ട് നമുക്കും പറയാൻ കഴിയില്ല. എന്താണ് ഇതിൻ്റെ തത്വം? നമുക്കറിയാം, സുഖങ്ങൾ ആഗ്രഹിക്കാത്ത മനുഷ്യനില്ല. എല്ലാ സുഖങ്ങളും ദുഃഖത്തിൽ നിന്നാണ് ആരംഭിക്കുക. ദുഃഖത്തിൽ നിന്ന് ആരംഭിച്ച സുഖങ്ങളെല്ലാം ഒടുവിൽ ദുഃഖത്തിൽ തന്നെയാണ് അവസാനിക്കുന്നത്. ഭാഗവതത്തിൽ ഇതിനൊരു ഉദാഹരണമുണ്ട്. ചിത്രകേതു എന്ന രാജാവ് 3 വിവാഹം കഴിച്ചിട്ട് മക്കളുണ്ടായില്ല. അവസാനം കൊട്ടാരത്തിൽ വന്ന നാരദരും ആംഗിരസും ചിത്രകേതു അവരോട് പറഞ്ഞു, ഒരു മകൻ ഉണ്ടാവാൻ അനുഗ്രഹിക്കണം എന്ന്. ഋഷികൾ പറഞ്ഞു, മകൻ ഉണ്ടാകാൻ അനുഗ്രഹിക്കാം, പക്ഷേ മകൻ ഇല്ലാത്തതിനേക്കാൾ ദുഃഖം മകൻ ഉണ്ടായാൽ ഉണ്ടാകും. അപ്പോൾ ചിത്രകേതു പറഞ്ഞു, അത് സാരില്ല, എനിക്ക് രാജ്യത്തിനൊരു അവകാശം വേണം, ആ ദുഃഖം, മകനുണ്ടായാലുള്ള ദുഃഖം ഞാൻ സഹിക്കാം. അങ്ങനെ പാദ നമസ്കാരം ചെയ്ത് അനുഗ്രഹിച്ച് 3ാമത്തെ ഭാര്യ ഗർഭിണിയായി, ഒരാൺകുട്ടിയെ പ്രസവിച്ചു. വലിയ ആഘോഷമായ രാജ്യത്ത് ആ കുട്ടിക്ക് 2 വയസ്സുള്ള സമയം മറ്റു 2 ഭാര്യമാർക്ക് അസൂയ മൂത്ത് 3ാമത്തെ ഭാര്യയോട് മാത്രമേ രാജാവിനുള്ള സ്നേഹമുള്ളൂ എന്ന് സംശയിച്ച് ആ കുട്ടിക്ക് വിഷം പാലിൽ കലക്കി കൊടുത്തു കൊന്നു. രാജാവും രാജ്യവും മഹാദുഃഖത്തിലായി. രാജ്യം മുഴുവൻ അലമുറയിടുകയാണ്, കൊട്ടാരമുറയിടുകയാണ്. ചിത്രകേതു നിലത്ത് വീണ് ഉരുണ്ട് നിലവിളിക്കുകയാണ്. ആ സമയത്ത് ആംഗിരസും നാരദരും വന്നു. അവർ പറഞ്ഞു, നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, കുട്ടികളില്ലാത്തതിനേക്കാൾ ദുഃഖം കുട്ടികൾ ഉണ്ടായാലും ഉണ്ടാകും, പക്ഷെ നിങ്ങളത് കേട്ടില്ല. എനക്കൊരു നിമിഷം ജീവിക്കാൻ കഴിയില്ല, എൻ്റെ മകൻ്റെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ ഞാനും മരിക്കും എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ആ അനന്തതയിലേക്ക് പോയ ആ കുട്ടിയുടെ ആത്മാവിനെ ആവാഹിച്ച് കൊണ്ടുവന്ന് ഈ കുട്ടിയിലേക്ക് പ്രവേശിപ്പിച്ചു. കുട്ടി കണ്ണ് തുറന്ന് എഴുന്നേറ്റിരുന്നു. മകനെ എന്ന് വിളിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ്, അല്ലയോ രാജാവേ, ആരാണ് മകൻ? അല്പ നേരം മുമ്പ് ഈ ശരീരത്തിൽ എൻ്റെ ആത്മാവുണ്ടായപ്പോൾ അങ്ങ് അച്ഛനും ഞാൻ മകനുമായിരുന്നു. ഇപ്പം ഞാൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയൊരു ആത്മാവാണ്. ഈ ഋഷികൾ എന്നെ ആ ശരീരത്തിലേക്ക് കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം എന്ന്. ഇത് വലിയൊരു തത്വമാണ്. ആ രാജ്യത്ത് ദുഃഖം ഉണ്ടായിരുന്നു, കുട്ടിയുണ്ടായപ്പോൾ സുഖമുണ്ടായി. വീണ്ടും കുട്ടിയില്ലാതായപ്പോൾ ദുഃഖമുണ്ടായി. അതുകൊണ്ടാണ് ദശരഥന് കുട്ടികളില്ലാത്ത ദുഃഖം കുറേ കാലം ഉണ്ടായി. 4 കൺമണികളുണ്ടായപ്പോൾ അത് സുഖമുണ്ടായി. അപ്പോൾ ആ കുട്ടികളെല്ലാം പോയപ്പോൾ വീണ്ടും ദുഃഖമുണ്ടാകുന്നു.
ഇത് ഒരു പ്രകൃതി നിയമമാണ്. അത് രാമായണത്തിലൂടെ നമ്മൾ പഠിക്കുകയാണ് വീണ്ടും വീണ്ടും. വനയാത്രാ സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അവിടെ സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭോ ജയാജയോ, ഇത് ഭാരതീയ ഋഷികൾ എപ്പോഴും നമുക്ക് പറഞ്ഞു തന്ന ഒരു സിദ്ധാന്തമാണ്. സുഖദുഃഖേ സമയകൃത്വ ലാഭാലാഭോ ജയാജയ. അത് വനയാത്രാ സമയത്ത് രാമചന്ദ്ര ഭഗവാന്റെ മുഖം നോക്കിയാൽ മനസ്സിലാകും. ഇന്നലെ രാജാവാകാൻ നിയോഗിക്കപ്പെട്ട സമയത്തുണ്ടായ രാമന്റെ മുഖവും ഇന്ന് കൊടുങ്കാട്ടിലേക്ക് പോകാൻ ഇറങ്ങിത്തിരിക്കുന്ന രാമന്റെ മുഖവും ഒരേപോലെയായിരുന്നു. പണ്ഡിത സമദർശന. വിവേകികൾ, പണ്ഡിതന്മാർ എപ്പോഴും സമചിത്തരായിരിക്കും. ദുഃഖം വരുമ്പോൾ അലമുറയിടുകയോ, സുഖം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കുകയോ, ലാഭം വരുമ്പോൾ സന്തോഷിക്കുകയോ, നഷ്ടം വരുമ്പോൾ കരയുകയോ, ലാഭോ ജയോ, ജയമുണ്ടാകുമ്പോൾ ആനന്ദിക്കുകയും അജയം പരാജയം ഉണ്ടാകുമ്പോൾ കരയുകയും ചെയ്യുന്നത് പണ്ഡിത ലക്ഷണമല്ല എന്ന് ആചാര്യന്മാർ പറയല്ല, ആചരിച്ച് കാണിക്കുകയാണ്. ഇവിടെ രാമൻ കാട്ടിലേക്ക് 16 കൊല്ലം പോകുമ്പോൾ നിലവിളിക്കുകയോ കരയുകയോ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ഒന്നും ചെയ്തില്ല. വളരെ ശാന്തചിത്തനായിട്ട് രാമൻ്റെ മുഖം രണ്ടിലും, സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെയായിരുന്നു. അത് രാമായണം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഭാഗം ഇവിടെ നിർത്താം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.